അല്പം ഇനിയും നഷ്ടപ്പെടാത്ത ഈശോയുടെ കൃപയും സ്നേഹവും ഒക്കെ എൻ്റെ കൂടെ ബാക്കിയുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. അത്രമേൽ ഈശോയോട് ചേർന്ന് നിൽക്കുന്ന ബ്രദേഴ്സ് ഓഫ് ഹോളി സ്പിരിറ്റിനെ പറ്റി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയാം. പക്ഷേ എങ്കിലും എൻ്റെ പ്രിയ സുഹൃത്ത് ബിജു ജോണിനെ കാണുവാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ തേവര കോളേജിൽ ഒരുമിച്ച് പഠിച്ചിരുന്നതാണ്. ബിജു എൻ്റെ ജൂനിയറാണ്. പക്ഷെ പിന്നീട് ഞാൻ കുറേ നാൾ ബിജുവിനെ കണ്ടില്ല. അങ്ങനെ ബിജുവിനെ അന്വേഷിച്ച് ജനറൽ ആശുപത്രിയിൽ ചെന്നപ്പോൾ അവിടെ ഒരു ഐസൊലേഷൻ വാർഡിൽ ആരോ ഉപേക്ഷിച്ചു പോയ ഒരു പാവപ്പെട്ട ഒരു അമ്മച്ചിയുടെ കാലിലെ മുറിവിൽ നിന്ന് പുഴുക്കളെയൊക്കെ എടുത്ത് കളയുന്ന ഒരു ബിജുവിനെ ഞാൻ കണ്ടു. ഇപ്പോഴും ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാനൊക്കെ വിചാരിച്ചിരുന്ന ഒരു കത്തോലിക്ക വിശ്വാസം അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു ആവരണം അല്ലെങ്കിൽ ഒരു കിരീടം, അതിലൊന്നുമല്ല യഥാർത്ഥ ക്രിസ്തീയത എന്ന് എന്നോട് വിളിച്ചു പറഞ്ഞ നിമിഷങ്ങളായിരുന്നു. പിന്നീട് ഞാൻ എൻ്റെ വൈഫ് വഴിയാണ് ബ്രദേഴ്സ് ഓഫ് ഹോളി സ്പിരിറ്റിനെ പറ്റി കൂടുതൽ അറിയുന്നത്. ടെസി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇടയ്ക്ക് നിങ്ങളുടെ പ്രാർത്ഥനകൾക്കൊക്കെ ഉണ്ടാവും. ടെസ്സിയുടെ അയ്യപ്പങ്കാവാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ടെസ്സിയുടെ അപ്പച്ചൻ്റെ സുഖമില്ലായിരുന്ന സമയത്ത് ടെസ്സിയുടെ അപ്പച്ചനെ ധ്യാനത്തിന് കൊണ്ടുപോകാൻ വേണ്ടി സ്റ്റീഫൻ ബ്രദറും വർഗീസ്